സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. നിലവിലെ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, നടപടികൾ കടുപ്പിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇന്ത്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഈ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കാനുള്ള തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെതിരെ നേരത്തെ പാകിസ്ഥാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ കരാർ റദ്ദാക്കുക എന്നാൽ അത് യുദ്ധം പ്രഖ്യാപിക്കുക എന്നതിന് തുല്യം എന്നാണ് നേരത്തെ പാകിസ്ഥാൻ വ്യക്തമാക്കിയത്. അത് അത്തരം കാര്യങ്ങൾ, അത്തരം പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്? ഈ ഉന്നതതല യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു? പ്രജിൻ, ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ ഒരു നടപടി അംഗീകരിക്കില്ല എന്ന് പൂർണ്ണമായി തന്നെ ഇന്നലെ പറഞ്ഞതാണ്. ഒരു യുദ്ധപ്രഖ്യാപനം എന്ന നിലയിലാണ് ഇന്ത്യയുടെ ഈ നീക്കത്തെ അവർ കാണുന്നതും. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഘർഷം എങ്ങനെയായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളുടെ ഒപ്പം ഈ ജലം ഇനിയിപ്പോൾ പാകിസ്ഥാന് നൽകുന്നില്ലെങ്കിൽ പിന്നീട് അത് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണം, അതിനുള്ള സംവിധാനങ്ങൾ ഏതാണ്ടൊക്കെ നേരത്തെ തന്നെ കനാലുകളടക്കം തയ്യാറാക്കി വെച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ മീറ്റിംഗിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി CR പാട്ടീൽ, ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഈ ഇപ്പോൾ നടക്കുന്ന ഈ തർക്കം അത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉള്ളത് കൂടിയാണ്. അതുകൊണ്ട് വിദേശകാര്യ മന്ത്രി കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ തീരുമാനങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഏതായാലും ഈ യോഗം പാകിസ്ഥാനും ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഈ കരാർ മരവിപ്പിക്കുന്ന ഇന്ത്യയുടെ നിലപാട്, അതിനെതിരെ വലിയ പ്രതിഷേധം പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യ ആ പ്രതിഷേധത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്ന കാര്യം അറിയാൻ പാകിസ്ഥാൻകാർക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ BSF ജവാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. 48 മണിക്കൂർ സമയം ഇപ്പോഴും കഴിയുന്നു. PK ഷാ എന്ന കൊൽക്കത്തയിൽ നിന്നുള്ള, ബംഗാളിൽ നിന്നുള്ള BSF ഹെഡ് കോൺസ്റ്റബിളാണ് അദ്ദേഹം കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ മേഖലയിൽ അദ്ദേഹം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അതിർത്തി മേഖലകളിലൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. അവർക്കൊക്കെ നിശ്ചിത സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി എന്നൊരു സമയം നൽകിയാണ് അവർക്ക് കൃഷി ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നത്. ആ സമയത്ത് അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി 2 BSF ജവാന്മാർ ഒപ്പം പോകാറുണ്ട്. അങ്ങനെ പോയ ഒരു ജവാനെയാണ് ഈ തരത്തിൽ അതിർത്തി മറികടന്നു എന്ന കുറ്റം ചുമത്തി ഇപ്പോൾ പാക് റേഞ്ചേഴ്സ് പിടിച്ചുകൊണ്ടുപോയത്. ഏതായാലും മുൻപ് 2019 ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ, ഇതുപോലെ സാഹചര്യത്തിൽ നമ്മൾ വന്ന് പെട്ടതാണെന്ന് അഭിനന്ദൻ വർദ്ധമാൻ അവരുടെ കൈവശമായിരുന്നു. പക്ഷേ അഭിനന്ദനെ നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇന്ത്യ അന്നെടുത്ത ശക്തമായ നിലപാട് കാരണമാണ്. രാത്രി 9 മണിക്കുള്ളിൽ തിരികെ അഭിനന്ദൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഒരു ആക്രമണം പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്ന കൃത്യമായ മുന്നറിയിപ്പ് ആദ്യം അവരുടെ ISIക്ക് നമ്മുടെ റോ മേധാവി നൽകി. പിന്നീട് അവരുടെ ആ പ്രതിരോധ മന്ത്രിക്കും ഇതേ സന്ദേശം കൈമാറി. പിന്നീട് കരസേനാ മേധാവിയുമൊക്കെ അദ്ദേഹം ഈ കാര്യം ചർച്ച ചെയ്ത ശേഷമാണ് അഭിനന്ദനെ വിട്ടുകൊടുക്കുന്നതാണ് അഭികാമ്യം എന്ന നിലയിലേക്ക് അവർ എത്തിയത്. അങ്ങനെ ഇന്ത്യയെ ഭയന്നുകൊണ്ട് അന്ന് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതുപോലെ ഈ വിഷയത്തിലും ഇന്ത്യ ഒരു കനത്ത പ്രഹരം പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകാനാണ് സാധ്യത. കാരണം ഫ്ലാഗ് മീറ്റിംഗ് നടത്തി ഇന്നലെയും ഈ സൈനികരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിയതാണ്. പക്ഷേ അതിനോടൊന്നും പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു മീറ്റിങ്ങിനും അവർ തയ്യാറായതുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം, സൈനികന്റെ കുടുംബം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ തിരികെ എത്തിക്കണം, സമയം വൈകുന്തോറും ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന കാര്യമൊക്കെ കേന്ദ്ര സർക്കാർ അറിയിച്ചതാണ്. അതുകൊണ്ട് ശക്തമായൊരു നിലപാട് ഇനി ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നു. 48 മണിക്കൂറാവുന്നു. അഭിനന്ദന്റെ കാര്യത്തിൽ 60 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ആ തരത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ തിരികെ എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിൻ, ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട യോഗം ഇപ്പോൾ നടക്കുകയാണ്. അതായത് ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത് മരവിപ്പിച്ച ശേഷമുള്ള സാഹചര്യം എന്താണ് എന്നാണ് ഈ ഉന്നതതല യോഗത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിലെ തീരുമാനങ്ങൾ എന്താണ് എന്നത് വരും മണിക്കൂറുകളിൽ ലഭ്യമാവുകയും ചെയ്യും.